പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെതിരെ ബി.ജെ.പി. കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പി. പ്രകാശ് ബാബു. ഫറോക്ക് പഴയ പാലത്തിന്റെ നവീകരണത്തിൽ അഴിമതിയുണ്ടെന്ന് പ്രകാശ് ബാബു ആരോപിച്ചു. മന്ത്രിക്കെതിരെ വിജിലൻസിന് പരാതി നൽകുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. പാലം നവീകരണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർ ബേപ്പൂർ ചെറുവണ്ണൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് റിയാസ് എന്നതിന് പകരം മുഹമ്മദ് റീൽസ് മന്ത്രി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് ഉത്തരവാദി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ കച്ചവട താല്പര്യവും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾക്ക് മുന്നിൽ പോലെയുള്ള അവകാശവാദവുമാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പാലത്തിന് ഇത് ചെലവഴിക്കാനുണ്ടായിട്ടുള്ളതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്? ഇത് പരിഹരിക്കണം. ഇത് വിജിലൻസ് അന്വേഷിക്കണം. മുഹമ്മദ് റിയാസിനെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. വിജിലൻസിന് പരാതി കൊടുക്കുകയാണ്. മുഹമ്മദ് റിയാസ് ഒന്നാം തരം കച്ചവടക്കാരനായിട്ടുള്ള മന്ത്രിയായി അധപ്പതിച്ചിരിക്കുന്നു.